യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ബ്രൗണി റെസിപ്പീസ്. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ബ്രൗണി നമുക്ക് തയ്യാറാക്കിയാലോ? ഈ ഒരു ബ്രൗണി തയ്യാറാക്കാനായിട്ട് ഓവനും ബീറ്ററും മൈദയും ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാനും കഴിയും. മാത്രമല്ല, ഈ ഒരു ബ്രൗണി തയ്യാറാക്കാനായിട്ട് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രൗണി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് കണ്ടോളൂ. കുട്ടികൾക്ക് ഇന്ന് തന്നെ ഈ ഒരു ബ്രൗണി തയ്യാറാക്കി കൊടുക്കൂ. ഈ ഒരു ഹെൽത്തി ബ്രൗണി തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 250 ഗ്രാം പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പൊട്ടുകടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബ്രൗണി തയ്യാറാക്കാനായിട്ട് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം മധുരത്തിനായിട്ട് ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടി ഈത്തപ്പഴം എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. 2 വലിയ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈത്തപ്പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്ക് ചെയ്ത ശേഷം ചേർക്കാവുന്നതാണ്. ആദ്യമായിട്ട് കടലയും പൊടികളും എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു ഡ്രോയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം 1 ഗ്ലാസ് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ഈത്തപ്പഴമാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ കുതിർത്ത ശേഷം മാത്രം അടിച്ചാൽ മതിയാകും. വലിയ കട്ടിയില്ലാത്ത ഈത്തപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ സോക്ക് ചെയ്യാതെ തന്നെ ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള ഈത്തപ്പഴമാണ് കയ്യിലുള്ളതെങ്കിൽ അരമണിക്കൂർ കുതിർത്ത ശേഷം മാത്രം അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. 1 ഗ്ലാസ് പാല് ചേർത്ത് ഞാൻ നന്നായിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മധുരത്തിനായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ടാണ് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തത്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൊടി കുറേശ്ശെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൈവച്ച് കുഴച്ചെടുക്കുകയോ ചെയ്യാം. നിർത്തി ഒന്ന് പൾസ് ചെയ്തെടുത്തപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബ്രൗണി തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ബ്രൗണിയുടെ മുകൾ ഭാഗത്തേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ഒരു ഗ്ലാസ് ബൗൾ വെച്ച് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുട്ടായി ഉണ്ടായിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ബാറുകളോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മിഠായികളോ ഏത് വേണമെങ്കിലും എടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്നും അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ബ്രൗണികളെല്ലാം സ്ക്വയർ ടൈപ്പിലല്ലേ കാണുന്നത്. അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്രം തന്നെയാണ് ഞാനും എടുത്തത്. ഇനി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് കൂടി ഒന്ന് തടവി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ ഷേപ്പാക്കുക. സ്പൂണിനടിയിൽ കുറച്ച് നെയ്യ് കൂടി ഒന്ന് തേച്ചാൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലേക്ക് മെൽറ്റായ ചോക്ലേറ്റ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് കൂടി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് എടുക്കാം. അപ്പോഴേക്കും ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. നല്ലൊരു ടെക്സ്ചറും ലഭിക്കുന്നതാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ശേഷമാണ് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. ഡെക്കറേഷനായിട്ട് കണ്ടൻസ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് മുകളിലേക്കായി പൊടിച്ചെടുത്തിരിക്കുന്ന നട്ട്സുകൾ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രൗണി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രൗണി റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഈ ഒരു ബ്രൗണി തയ്യാറാക്കി കൊടുത്തോളൂ. തീ കത്തിക്കാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രൗണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള പുതുമയാർന്ന വെറൈറ്റി വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗേസ്.